ഇന്നുണ്ടല്ലോ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പിടി തേങ്ങയും പിന്നെ കുറച്ച് റവയും മാത്രം മതി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മിക്സി ജാർ എടുത്തിട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉള്ളി ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ വെള്ളം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ 1/4 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1/4 ഗ്ലാസ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് കുറുക്കി വരണം. അപ്പോൾ അതുപോലെ ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റി കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ മൈദ ചേർത്ത് കൊടുക്കുന്നത്. മൈദ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ മറ്റോ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ പത്തിരിക്കെല്ലാം കുഴക്കുന്നില്ലേ അതേപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്താം. ഫുള്ളായിട്ട് ഒന്നിച്ച് തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ പരത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ മറ്റോ ആക്കി കൊടുത്തിട്ട് വേണം പരത്താൻ. അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ പരത്തിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നോരോന്നായിട്ടും പരത്താം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസ് ഉണ്ടാകും. അത് നമ്മൾ പിന്നെയും പരത്തിയിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി വേറെ പണിയൊന്നുമില്ല. നമ്മൾ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മാവിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ പൂരിയും നെയ്പ്പത്തിലെല്ലാം പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന നെയ്പ്പത്തലിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് കറി പോലും വേണ്ട, അത്രയ്ക്കും അടിപൊളിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്പ്പത്തിലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റവ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കണ്ടാൽ റവ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല. അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.